ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും എന്ത് പറയുന്നത്? സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് കോർ സ്ട്രെങ്തനിങ് എക്സസൈസാണ്. അപ്പോൾ കോർ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് എന്താ നമുക്ക് ഉള്ള ബെനിഫിറ്റ് എന്താണ്? നമ്മുടെ മസിൽസൊക്കെ ലൂസായിട്ടിരിക്കുന്ന മസിൽസൊക്കെ ഒന്ന് ടൈറ്റ് ആക്കാൻ നമുക്ക് പറ്റും. സ്പെഷ്യലി ആഫ്റ്റർ ദ ഏജ് ഓഫ് 30 ഓർ ആഫ്റ്റർ ഡെലിവറി നമ്മുടെ ലോവർ അബ്ഡോമൻ, നമ്മുടെ വയറിൻ്റെ മസിൽസൊക്കെ വളരെ ലൂസാവും. അപ്പോൾ അതൊക്കെ ഒന്ന് സ്ട്രെച്ചിങ് ചെയ്യുവാണെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് ടൈറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ഈ ഒരു എക്സസൈസ് നമുക്ക് ബെഡിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫ്ലോറിൽ ഒരു 2 മാറ്റ് വെച്ചിട്ട് വേണം ചെയ്യാൻ. ടേക്ക് കെയർ ദാറ്റ് യു ആർ നോട്ട് ഹേർട്ടിങ് യുവർ നീസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നീ കംഫർട്ടബിൾ ആയിരിക്കണം. വളരെ സ്ലോലി ചെയ്യേണ്ട ഒരു എക്സസൈസാണ്. നിങ്ങൾ ഓഫീസിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലതുപോലെ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാകത്തില്ലേ? എസ്പെഷ്യലി ലേഡീസിനാണ് കൂടുതലും ബാക്ക് പെയിൻ. അപ്പം അത് നിങ്ങൾ ഓവർ വെയ്റ്റ് കാരണമാണെന്ന് ചിന്തിക്കും, അല്ലെങ്കിൽ ഡെലിവറി സമയത്ത് ഇഞ്ചെക്ഷൻ എടുത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ. അങ്ങനെയൊക്കെയുള്ള ഒരു കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ബോഡിക്ക് നല്ല മൂവ്മെൻറ്റ് വേണം. അതിനുവേണ്ടി നമ്മൾ ഈ എക്സസൈസ് ചെയ്താൽ മതി. നമ്മുടെ മെയിൻ ടാർഗറ്റ് നമ്മുടെ സ്റ്റമക്ക് ആയിരിക്കണം, കോർ. ഓക്കെ, ദ മിഡ് സെക്ഷൻ. അപ്പോൾ നമ്മുടെ തൈസ്, നമ്മുടെ ബാക്ക്, സ്പൈൻ, നമ്മുടെ പെൽവിക്സ് ഏരിയ, ഇതെല്ലാം നമുക്ക് നല്ലപോലെ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ ബ്ലഡ് ഫ്ലോ നല്ലപോലെ നടക്കും. ഓക്കെ, നമ്മൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ വളരെ സ്ലോലി വേണം ചെയ്യാൻ. ബ്രീത്ത്, ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ. കോൺസെൻട്രേറ്റ് ഓൺ യുവർ ബ്രീത്തിങ്. വളരെ സ്ലോലി വേണം ചെയ്യാൻ. ഡു നോട്ട് ബി ഇൻ എ ഹറി. വളരെ റിലാക്സ് ആയിട്ട് എക്സസൈസ് ചെയ്യുക. ഇതൊരു 5 to 7 minutes ഡെയിലി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഓൺ ദ ബെഡ് ഇറ്റ് സെൽഫ്, നമ്മൾ രാവിലെ എണീച്ച് നമ്മുടെ പ്രൈമറി നീഡ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ബെഡിൽ തന്നെ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ റിയലി ഇറ്റ് ഈസ് ഗോയിങ് ടു ബെനിഫിറ്റ് യു. അതുകൊണ്ട് ഇതെല്ലാവരും മസ്റ്റായിട്ട്, എസ്പെഷ്യലി ദ ടീനേജർ ഗേൾസ്, പീരിയഡ്സ് ഒക്കെ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ എക്സസൈസൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ റെഗുലറായിട്ട് പീരിയഡ്സൊക്കെ വരും. ഞാൻ ഈ എക്സസൈസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറേ നേരം ഇങ്ങനെ ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടി ഇങ്ങനെ ഞാൻ നിൽക്കും. ഇതിന് നമ്മൾ മൗണ്ടൻ പോസ് എന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ. ഇന്ന് ഞാനൊരു 6 minutes ഇങ്ങനെ നിന്നിട്ടുണ്ട്. സോ യു ഓൾസോ ട്രൈ. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഫോർ 30 seconds ഇഫ് യു ക്യാൻ ഡു ഇറ്റ് ദെൻ യു ക്യാൻ കണ്ടിന്യൂ മോർ. പിന്നെ ഞാൻ ഫുഡ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ രാത്രി തന്നെ കുറച്ച് നട്ട്സ് എല്ലാം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കുറച്ച് ഫിക്സ്, റേസിൻസ്, മുട്ട, ഇതൊക്കെയാണ്. പക്ഷേ ഇത് ഞാൻ ഒറ്റയ്ക്കല്ല കഴിക്കുന്നത്. ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും കുട്ടികളും വരുന്നത്. ദെൻ ഐ വിൽ ബി ഷെയറിങ് മൈ ഫുഡ് വിത്ത് ദം. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ജാസ്തി എടുക്കും നട്ട്സൊക്കെ. മോള് സാൻഡ്ര, മോളിപ്പം ഗ്രേഡ് 7ലാണ് പഠിക്കുന്നത്, സ്പെഷ്യൽ ചൈൽഡാണ്. മോന് ആൽവിൻ. അപ്പം മോനും ഇതെല്ലാം എൻ്റെ കൂടെ ഇരുന്ന് കഴിച്ച്, എന്നിട്ട് 2 പേരും പിന്നെ വെയിൽ കൊള്ളാനെന്ന് പറഞ്ഞ് കുറേ നേരം സൈക്കിൾ റൈഡിങ്ങിനൊക്കെ പോവും. ഇപ്പം ക്രിസ്മസ് വെക്കേഷനാണ് ഇവിടെ. ഓക്കെ, സോ നമുക്കിനി നാളെ കാണാം. ഓക്കെ.